നിറച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ, ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളും കർത്താവെ ദൈവഹിത പ്രകാരമായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പാൻ വേണ്ടതായ ദൈവിക കൃപ ആത്മശക്തിയോടുകൂടെ കർത്താവെ ഓരോ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നിന്റെ ജനത്തെ ഒരുക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആരാധന ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് കർത്താവെ അങ്ങ് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ എല്ലാ കർത്താവെ കാര്യങ്ങളും ദൈവഹിത പ്രകാരം മാത്രമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിക്കാട്ടെ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, കൂടി വന്നിരിക്കുന്ന എല്ലാ നിന്റെ ജനത്തെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാടുവാന് പ്രാർത്ഥിപ്പാന് കർത്താവെല്ലാം ദൈവം കൃപ തന്നെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ കർത്താവ് ഇതിൽ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ വീണ്ടും ദൈവകരങ്ങളിൽ ഏൽപ്പിങ് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകിക്കാട്ടെ. നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന പശ്ചാത്തലത്തെ പ്രാർത്ഥന സംഗമം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കിക്കാട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുവാൻ പോകുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. സകലതും യേശു അപ്പച്ചന്റെ പുണ്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ ആമേൻ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മെല്ലാവരും കൂടി വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ദൈവത്തെ പാടി ആരാധിപ്പാനുള്ള സമയമാണ്. നമുക്ക് പാടി ആരാധിക്കാം. അതിനായി അത് പാട്ടുകൾ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രിയ സിസ്റ്റർ അനിജ അമലിന് സമയം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവവചനം വായിച്ചോട്ടെ. സങ്കീർത്തനങ്ങൾ 31:24. യഹോവയിൽ പ്രത്യാശമുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിട്ടും നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. എന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഓരോ നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഓരോ നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആ ഇൻപസ്വരത്താൽ നയിച്ചതിനാൽ എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഓരോ നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഓരോ നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. യേശു ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താൽ
നടത്തിയതാൽ ഹല്ലേലൂയ പാടിടും ആ ഇൻപസ്വരത്താൽ നയിച്ചതിനാം. സ്തോത്രം സ്തോത്രം. തുണ എനിക്കേശുവേ, കുറവിനില്ലതാൽ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്കേശുവേ, കുറവിനില്ലതാൽ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. ആമേൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണ എനിക്കേശുവേ, കുറവിനില്ലതാൽ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയും പലകയുമായി പരമനിപ്പാരിടത്തിൽ. ആമേൻ. ശരണമവൻ തരും താൻ ചിറകുകളിൻ കീഴിൽ പരിചയും പലകയുമായി പരമനിപ്പാരിടത്തിൽ. തുണ എനിക്കേശുവേ, കുറവിനില്ലതാൽ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. ആമേൻ. ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. തുണ എനിക്കേശുവേ, കുറവിനില്ലതാൽ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ആമേൻ. പ്രൈസ് ലോർഡ്. പാസ്റ്റർ പ്രാർത്ഥന വിഷയം പറയുന്നു. എനിക്ക് 27th ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ്. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. 2ഉം 4ഉം ഉണ്ട്. പിന്നെ ഹസ്ബൻഡ് ദുബായിലാണ്, വിസ തീർന്നിരിക്കുവാണ്. എത്രയും പെട്ടെന്നൊരു വിസ എടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. 2 കുഞ്ഞുങ്ങളുണ്ട് വീട്ടിൽ. ഹസ്ബൻഡ്, അമ്മയും പപ്പയുണ്ട്. പപ്പ ചർച്ചിൽ വരുന്നുണ്ട്, എങ്കിലും കഴിഞ്ഞ ആഴ്ച ഇന്നലെ വന്നിട്ടില്ല. അങ്ങനെ പൂർണ്ണമായിട്ടും ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല. അപ്പം അതൊക്കെ ഈ വരും ദിവസങ്ങളിൽ ദൈവം ചെയ്തെടുക്കേണ്ടതിന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നല്ല
പാട്ടുപാടി ഇന്ന് പകൽക്കാലം ആരാധിപ്പാൻ തക്കവണ്ണം ദൈവ കൃപ തന്നല്ലോ. സിസ്റ്ററിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങളാണല്ലോ നമ്മളുടെ മുൻപിലുള്ളതായ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ ലീഡ് ചെയ്യുന്നതിനായി സാറാ മജോൺ കേരളത്തിൽ നിന്നും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവ് ഒരു അവസരം കൂടെ ഇന്ന് പൽക്കാലം ദൈവത്തെ ഒന്ന് സ്തുതിപ്പാനും ബോധപ്പെടുത്തുവാനും ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി തന്ന വിലയേറിയ അവസരത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി കണ്ടവർ പലരും കർത്താവ് ഇന്ന് പൽക്കാലം കാണാതെ ഈ ലോകം വിട്ട് കടന്നുപോയപ്പോൾ ജീവനുള്ളവർ ദേശത്ത് ജീവനുള്ള ദേഹികളായി ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുവാനും പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെയും കർത്താവ് നമുക്ക് ജീവനുള്ള ദേശത്ത് നമ്മളെ ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആദ്യമായി എനിക്ക് ഈ അവസരം തന്ന ദൈവദാസന് എൻ്റെ നന്ദി ആദ്യമായി അറിയിക്കുന്നു. ഇനിയും നമ്മൾ പതുപോലെ ചെയ്യുന്നത് പോലെ നമുക്ക് നമ്മുടെ വിഷയങ്ങളൊക്കെയും ഷെയർ ചെയ്യാം. കർത്താവ് കഴിഞ്ഞ നാളുകളിലൊക്കെയും അത്ഭുതകരമായ അതിശയകരമായി നമ്മുടെ ഓരോ വിഷയങ്ങളിന്മേലും ജയം തന്നു. ഇനിയും വിഷയങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, വിഷയങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ അതേപോലെ 2 വിഷയം ആരെങ്കിലും ഒരാൾക്ക് പറയാമല്ലോ. എൻ്റെ ഒരു സഹോദരി ബീന ബിജു എന്ന് പറയുന്ന ആ സഹോദരിയുടെ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവര് രക്ഷിക്കപ്പെട്ട് ദിവസങ്ങളിലൊക്കെ പോകുന്നവരാ, പക്ഷെ ഒരു പിന്മാറ്റത്തില. കഴിഞ്ഞ രാത്രിക്കാരൻ അവിടെ വല്ലാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. മദ്യപിക്കുന്ന ആളൊക്കെയാ. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു മോനേ ഉള്ളൂ, +2 പഠിക്കുന്നു. എൻ്റെ മോനും +2 പഠിക്കുന്നു. ആ 2 കുഞ്ഞുങ്ങൾക്കൊന്ന് പരീക്ഷയുണ്ട്. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ശരി, നമുക്ക് ഈ 2 വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യമായിട്ട് നമ്മുടെ പാട്ടുപാടിയ പ്രിയ സഹോദരി അനീജ ബഹൻ സിസ്റ്റർ പറഞ്ഞതായ വിഷയമുണ്ട്. 27-ാം തീയതി ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി പോവുകയാണ്. ദൈവമോടെ ഒരു അത്ഭുത വിടുതൽ ചെയ്യുവാൻ ഒരു തടസ്സവും കൂടാതെ ലൈസൻസ് ലഭിക്കാനും പ്രിയ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡും യഥാർത്ഥമായി ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കാം. അവരുടെ മക്കളെ ഓർത്ത് ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഷേർലി സിസ്റ്റർ പറഞ്ഞതായ വിഷയമുണ്ട്. പ്രിയ അവരുടെ റിലേഷനിൽപ്പെട്ട ബീന സഹോദരിയുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും എക്സാമാണ്. ആ എക്സാമൊക്കെ നല്ല രീതിയിൽ എഴുതുവാനും നല്ല ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ എഴുതി നല്ല വിജയം കരസ്ഥമാക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പരീക്ഷ എഴുതുന്ന പല കുഞ്ഞുങ്ങളുണ്ട്. ബോർഡിൻ്റെ എക്സാമുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുടെ പരീക്ഷകളൊക്കെ ഉണ്ട്. എല്ലാം ഭംഗിയായി എഴുതുവാൻ ചന്തോചിതമായ കുഞ്ഞുങ്ങൾക്ക് നല്ല ബോധം കൊടുത്ത്, നല്ല പരിജ്ഞാനം കൊടുത്ത്, നല്ല മെമ്മറി പവർ കൊടുത്ത് കുഞ്ഞുങ്ങളൊക്കെയും ഭംഗിയായി പരീക്ഷ എഴുതി നല്ല വിജയം കരസ്ഥമാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 2 വിഷയങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളോടാതെ സ്നേഹിതമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ പ്രഭാതത്തിൽ ആ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രികാലം കർത്താവെ ഞങ്ങൾ കിടന്നുറങ്ങി. കർത്താവെ കർത്താവ് ഞങ്ങളോടുകൂടി ഇരുന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് എഴുന്നേറ്റ് എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിപ്പാനുള്ള കൃപ തന്നല്ലോ. ദൈവമേ നന്ദി പറയുന്നു. എന്നുള്ള സമയം കർത്താവെ ഞങ്ങൾ പ്രാർത്ഥനാ ധ്വനി പ്രയർ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം കർത്താവ് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു നിന്റെ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവെ പ്രിയ അനുജ എന്ന് പറയുന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവമേ 27-ാം നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ഏറ്റവും അനുഗ്രഹമായി തീരണം. 2 വീലറിന്റെയും 4 വീലറിന്റെയും ദൈവ ടെസ്റ്റുകൾ നടക്കുമ്പോൾ അത് അനുഗ്രഹമായി ഓടിച്ച് കാണിക്കുവാനും അതിന്റെ ടെസ്റ്റ് എല്ലാം അനുഗ്രഹമായി തീരുവാനൊക്കെ ഇടയാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രിയ കുട്ടി കൊടുത്ത ദാസൻ കർത്താവ് ദുബൈയുടെ പ്രദേശത്തായിരിക്കുന്നു. വിസന്നും ഇല്ലാതെ കർത്താവെ ഒരു ജോലിക്ക് വേണ്ടിയൊക്കെ ആയിരിക്കുമെന്ന് അറിയുന്നു. കർത്താവ് നിന്റെ മകളുടെ നല്ല ജോലിയൊക്കെ കൊടുത്ത് കർത്താവിടെ മാനിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. പ്രിയ പിതാവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സഹായിക്കണമേ. ദാനമായി കൊടുത്ത 2 കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണം. അവരുടെ വിദ്യാഭ്യാസമേല അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രിയ ഷാർലി സിസ്റ്ററിനെ ഓർക്കുന്ന കർത്താവെ നിന്റെ മക്കളെ കുടുംബം അനുഗ്രഹിക്കണമേ. നിന്റെ മക്കളുടെ ദിവസം വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെല്ലാം ദൈവം മറുപടി കൊടുക്കണമേ. കർത്താവെ പ്രിയ സഹോദരി ബീന ബിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്റെ മകളെ അനുഗ്രഹിക്കണം. അവരുടെ കുടുംബത്തിലെ പ്രയാസങ്ങളൊക്കെ അവിടെ നിന്ന് അറിയുന്നല്ലോ. കർത്താവെ മദ്യപാനിയായിരിക്കുന്ന പ്രിയ സഹോദരനെ കർത്താവിന്റെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഒരു വിടുതൽ കൊടുത്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ
രണ്ടുപേരുടെ കുഞ്ഞുങ്ങളും എക്സാം എഴുതുന്നല്ലോ ഇന്ന്. കർത്താവേ, ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കണമേ കർത്താവേ. ബുദ്ധിയും ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ദൈവമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കുന്നത് എക്സാം നന്നായി എഴുതുവാനുള്ള കൃപ ദൈവം കൊടുക്കണേ. എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു കർത്താവേ. LKG മുതൽ ഹയർ സ്റ്റഡീസ് പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു കർത്താവിടെ. എക്സാമിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കണം കർത്താവേ. ദൈവമേ, ഈ പ്രാർത്ഥന രണ്ടും ഞങ്ങളുടെ കർത്താവ് ശ്രദ്ധ വെച്ച് കിട്ടിയിരിക്കുക. സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ആമീൻ. കർത്താവ് രണ്ടു വിഷയത്തിന്റെ മേൽ ജയം തന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിഷയങ്ങൾ പറഞ്ഞു. ഞാൻ അമ്മണി രാജനാണ്. എനിക്ക് പനിയായിട്ട് ഭാരപ്പെടുന്നു. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണേ. എന്റെ മോൻ മനു തോമസിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവന് അടുത്ത മാസം എന്റെ മോളുടെ ഹന്നയുടെ വിവാഹത്തിന് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇതുവരെ ഒന്നും പേപ്പറുകളൊന്നും ശരിയായിട്ടില്ല. ഇനി അവൻ പറഞ്ഞു എനിക്കൊരു ഹോപ്പും ഇല്ല, അമ്മ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ദൈവമാണെങ്കിൽ വരണം. ജോലി കളഞ്ഞു വരാതിരിക്കാൻ എല്ലാവരും പറഞ്ഞു. കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ജോലി ലഭിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളാലും അവനെ നടക്കണം, വഴി നടത്തണം. കടന്നു വന്നില്ലെങ്കിൽ തന്നെ അവന് സമാധാന സന്തോഷത്തോടെ അവിടെ ആയിരിക്കാൻ അവിടുത്തെ ചർച്ചുമായിട്ട് അനുഗ്രഹമായിട്ടാണ് പോകുന്നത്. എല്ലാ നന്മകളാലും കുഞ്ഞിനെ നടക്കണം. സഹോദരിയുടെ മകൾ KCIക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മാസം നടക്കേണ്ട എക്സാം വീണ്ടും അടുത്ത മാസത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ജർമ്മൻ ഭാഷ ലാംഗ്വേജ് പഠിക്കുന്നത്. അതിനും ഒരു അനുഗ്രഹയുടെ വിജയം കാണാൻ കുഞ്ഞ് തക്ക സമയത്ത് ജർമ്മനി കടന്നു പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിരിക്കുക ഹോസ്പിറ്റലിലേക്കുള്ളത്. പക്ഷേ ഈ B2 എക്സാം കൂടെ എഴുതി ജയിച്ചെങ്കിലേ അവർ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കും. പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാരും കേട്ടല്ലോ. നമ്മുടെ പ്രിയ സഹോദരി അമ്മണി രാജന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിലൊക്കെയും തന്റെ രോഗത്തിന്, നമ്മുടെ ഹസ്ബൻഡിനൊക്കെയും രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുത്തു. ഇപ്പോൾ പ്രിയ സഹോദരി സൗഖ്യമില്ലാതിരിക്കുന്നു, പനിയുടെ ഭാരത്താൽ ഭാരപ്പെടുന്നു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ കർത്താവിന്റെ ആണിപ്പുറത്തുള്ള കരം തൊട്ട് പ്രിയ സഹോദരിക്ക് സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നവരെ ആരെയും നിരാശരായി പറഞ്ഞു വിട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം. സഹോദരി പൂർണ്ണമായി പ്രിയ സഹോദരിക്ക് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രിയ അനുസിസ്റ്റന്റെ മകൻ മനു തോമസിന് വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിലും കർത്താവിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിന്മേൽ ദൈവം ജയം തരാൻ പ്രാർത്ഥിക്കാം. ദൈവഹിതമെങ്കിൽ മാത്രം പ്രിയമകൻ കടന്നു വരണം. അതിനുവേണ്ടി വിസയൊക്കെയും തക്ക സമയത്ത് ദൈവം നൽകി കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ തടസ്സങ്ങളെയും മാറ്റുവാനും കർത്താവിന്റെ വഴി നമുക്കറിയത്തില്ലല്ലോ. നല്ലൊരു ജോലി ലഭിച്ച് നല്ലൊരു സ്ഥാനത്ത് എത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് വിസയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിലും ദൈവഹിതമെങ്കിൽ മാത്രം കർത്താവ് അത് പ്രവർത്തിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അവരുടെ കസിന്റെ ഒരു മോള് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി B2 എക്സാം എഴുതുവാൻ ആഗ്രഹിക്കുന്നു. അതും സക്സസ് ആയി തീരുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ പല ദിവസങ്ങളായി ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവഹിത പ്രകാരം തക്ക സമയത്ത് ദൈവ അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. സഹോദരം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, വീണ്ടും ചില വിഷയങ്ങളുമായി അപ്പച്ചന്റെ പാതപീഠത്തിലേക്ക് വരുന്നു. നമ്മുടെ രാജുവിനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, പനിയാൽ ഭാരപ്പെടുന്നു. ദൈവം അവിടുന്ന് പൂർണ്ണ വിടുതലും ആരോഗ്യവും നൽകണമേ. ശരീരത്തെ ബലപ്പെടുത്തുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ രോഗശാന്തി ആരോഗ്യം നൽകി എന്നിലെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വിടുതൽ നൽകിയിരിക്കാൻ സ്തോത്രം. കർത്താവെ, മനോരമസിനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പൈതലിനെ അവിടുന്ന് അനുഗ്രഹിക്കണേ. ആരോഗ്യം ബലം നൽകണേ. ഈസായിക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തക്ക സമയത്ത് ദൈവമേ, പ്രിയ പൈതലിന് വേണ്ടി വഴി തുറക്കണമേ. ഹല്ലേലൂയ. ദൈവഹിതമെങ്കിൽ ദൈവം തക്ക സമയത്ത് പ്രിയ സഹോദരിയുടേതായ വിവാഹകാര്യത്തിന് വന്നു ചേരുവാനും സഹായിക്കണേ. ദൈവഹിതമല്ലാത്ത ഒന്നും ജീവിതത്തിൽ നടക്കരുത് കർത്താവെ. പ്രിയ പൈതലിന്
ദൈവമേ മോളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അവിടുന്ന് അനുഗ്രഹിക്കണേ. പൈതലിന്റെ ഉറപ്പും വിവാഹമൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണേ കർത്താവ്. അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ. കനാവിലെ കല്യാണത്തിന് പോരായ്മ നിർത്തിയ ദൈവം അവിടുന്ന് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ സഹോദര മകള് കർത്താവേ പഠിക്കുവാനും ജോലിക്ക് വേണ്ടി കടന്നു പോകുവാൻ ആഗ്രഹിക്കും ദൈവം തക്ക സമയത്ത് വിസയൊക്കെ ലഭിച്ച് സന്തോഷത്തോടെ പോയി കടന്ന് കർത്താവേ. ഹല്ലേലൂയ. നല്ലൊരു ജോലി അവിടുന്ന് സഹായിക്കണ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവാത്ഭുതം പ്രവർത്തിക്കണ കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം പ്രാർത്ഥിച്ച 2 വിഷയത്തിന്മേലും അത്ഭുതം പ്രവർത്തിക്കണമേ. പ്രാർത്ഥന കേട്ട സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ താഴ്മയോടും കൃപയോടും കേൾക്കുമാറാട്ടെ. ആമേൻ ആമേൻ ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് 2 വിഷയത്തിന്മേലും ജയം തന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. പറഞ്ഞാട്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ വിഷയങ്ങളൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നശിച്ചുകൊണ്ട് ഇരിക്കുന്ന ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് കേൾക്കുന്നത്. നമ്മുടെ ദേശത്തെ ദൈവം വിടുവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പണ്ട് ദൈവത്തിന്റെ നാടാണെന്ന് കേട്ട നമ്മുടെ ഈ കേരളം അധപതനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളൊക്കെയും പഠനത്തിന് വേണ്ടി പലയിടങ്ങളും ഹോസ്റ്റലിലൊക്കെയും നിന്നുകൊണ്ട് പല ദുഷ്പ്രവൃത്തികളൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ഒക്കെ അടിമപ്പെട്ട് അവരവരുടെ ജീവിതം പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിൽ നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാതെ ദൈവസന്നിധിയിൽ നേരോടും വിശ്വസ്തരോടും ജീവിപ്പാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ എത്രയെല്ലാം രൂപകളൊക്കെയും മുടക്കി കഷ്ടപ്പെട്ടവരെ വിദേശങ്ങളിലും ഹോസ്റ്റലിലൊക്കെയും പഠിക്കാൻ വിടുന്നു. പക്ഷേ അവരുടെ ജീവിതം എന്താണെന്ന് ആരുമൊക്കെ ദൈവം മാത്രം അറിയുന്നു. നമുക്കൊരു വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കേരളത്തെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വിടുതലയക്കണം. പണ്ടത്തെ പോലെ ഒരു നല്ലൊരു കാലം കർത്താവ് തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനപരമായ ഒരു ജീവിതം എല്ലാവർക്കും ലഭിപ്പാൻ പ്രാർത്ഥിക്കാം. ഓരോ കുടുംബങ്ങളിലും പലവിധമാകുന്ന പ്രശ്നങ്ങളാണ്. ദൈവം അതിൽ നിന്നൊക്കെയും ഒരു നീക്കുപോക്ക് നൽകി സമാധാനവും സന്തോഷവുമായി കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവഭയമില്ലാതെ കഴിയുന്നവർക്ക് ദൈവഭയം കൊടുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എത്രയോ പേര് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ, ലോൺ മൂലം കടഭാരത്താൽ വലയുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ കടഭാരങ്ങളെല്ലാം തീർത്തു കൊടുക്കുവാൻ നല്ല വഴിയും വാതിലും കർത്താവ് ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 2 വിഷയത്തിന് വേണ്ടി ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്ന സംഭവവാസമായ ലോകത്തിൽ നിന്ന് എത്രയോ പേര് മാറ്റപ്പെട്ടു പോയപ്പോഴും ഞങ്ങളുടെ കണ്ണിനെ കണ്ണീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്ന് അതിശയരമായ കർത്താവ് കാത്തു പരിപാലിച്ച് ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായി ഞങ്ങൾ ഒത്തൊരുമിച്ച് കർത്താവ് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേരളത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് അതിൽ നിന്നൊരു മോചനം കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ അവരെ കർത്താവ് കാത്തു പരിപാലിച്ചോളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധികളാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് വഴികളും വാതിലുകളും തുറന്നു കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇല്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി കൊടുത്ത് കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കയാൽ സ്തോത്രം. മറുപടി നൽകുന്ന അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മാതിരി നാമത്തിൽ തന്നെ. പ്രാർത്ഥന കേട്ട് 2 വിഷയത്തിന്മേലും ജയം തന്നതിനാൽ ദൈവത്തെ സംഭാഷണയും കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണല്ലോ ഇത്. ദൈവം അത്ഭുതകരമായി ഒരു സൗഖ്യം കൊടുത്ത്
പ്രിയ മകളെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ചെക്കപ്പിന് പോകുമ്പോൾ പൂർണ്ണ വിടുതലുണ്ടെന്ന് കേൾക്കുവാൻ കർത്താവ് സഹായിക്കണം. അതുപോലെ ദേവദാസനും കൈയുടെ വിരലിന് നീരൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. അതും പൂർണ്ണമായി കർത്താവ് വിടുവിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തൊട്ടാൽ അത് സൗഖ്യമാണല്ലോ. ദൈവത്തോട് നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്ക് ഒരു ഭാരമായി തീരുവാൻ അനുവദിക്കരുത്. അവരുടെ വിദ്യാഭ്യാസത്തിന് ഒരു മുടക്കവും വരാതെ കർത്താവ് അവരെ നടത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ മകള് പഴയതിലും ഉപരിയായി ശക്തിയോട് ബലത്തോട് എഴുന്നേറ്റ് നടക്കുവാൻ ദേവദാസിന് സഹായം ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ദൈവവേല ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ബെൻസൺ പാസ്റ്ററും കുടുംബത്തെ ഓർത്ത് ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. സ്തോത്രം ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ നാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പിതാവേ, പറയപ്പെട്ട വിഷയത്തെ സ്തോത്രത്തോടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കഥാവേ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ദേവാസിനെ കുടുംബമായ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ കർത്താവേ ദൈവം തന്നെ നടത്തിയ വിധങ്ങൾ, ദൈവം കരുതിയ കരുതല് എല്ലാറ്റിനുമായി ഞങ്ങൾ നന്ദി പറയുന്ന ദിവസങ്ങളെ കടന്നു പോകുന്ന ശാരീരിക പ്രയാസങ്ങൾ ദൈവം അറിയുന്നല്ലോ. ഞങ്ങളുടെ ആന്റി അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളെയും ദാസ്യം വിടുവിക്കണമേ. കർത്താവേ, മറ്റൊരാളോട് പറഞ്ഞാൽ അത് പറഞ്ഞവരെ മനസ്സിലാക്കുന്നതിന് പരിമിതികളുണ്ടപ്പാ. എന്നാൽ അതിനപ്പുറമായി താൻ ആ ശരീരത്തിൽ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിൽ അത് നീങ്ങിപ്പോകുവാനിടയാക്കണം. പൂർണ്ണമായ വിടുതലോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ആമേൻ എഴുന്നേറ്റ് കാലൂന്നി നിന്നുകൊണ്ട് തന്റെ കാര്യാദികളെ ചെയ്യുവാൻ, തന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുവാൻ എല്ലാം ദൈവം എനിക്ക് ബലം കൊടുക്കണമേ. കർത്താവെ, 6 മാസം എന്ന് ഡോക്ടർമാര് പറഞ്ഞെടുത്ത കർത്താവെ, അതിനേക്കാൾ മുമ്പില് നിന്റെ ദാസി എഴുന്നേറ്റ് നടക്കണം. അപ്പൊ അത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അതിനു വേണ്ടി ദൈവസന്നിധി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാലിനകത്തിട്ടിരിക്കുന്ന പ്ലേറ്റ് കർത്താവെ സ്തോത്രം, തനിക്ക് യാതൊരു വിധത്തിലും ഒരു പ്രയാസം ഉണ്ടാക്കുവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ആഴത്തിലുള്ള മുറിവുകൾ ഉണങ്ങി കർത്താവെ മുകളിലേക്ക് എത്തുമ്പോഴും ഒരു കർത്താവെ ബുദ്ധിമുട്ടുണ്ടാകല. അതിനകത്ത് പുകച്ചിലും അസ്വസ്ഥതകളും നീറ്റലും ഒക്കെ തനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. കർത്താവെ, അമ്മൻ 27 ഡോക്ടറെ കാണുവാനായി പോകുമ്പോൾ സ്റ്റിച്ച് എടുത്ത് കഴിയുമ്പോൾ മറ്റ് യാതൊരു വിധത്തിലും കർത്താവെ ഹല്ലേലൂയ ഒരു പ്രയാസം ഉണ്ടാവാൻ അനുവദിക്കൽ. ഒരു സ്റ്റിച്ചിന് പോലും ഒരു ഉണക്ക് കുറവുണ്ട് ഒന്ന് പറയുവാനോ, സ്തോത്രം, ഒന്നിനൊക്കെ ചെറിയ പ്രയാസമുണ്ടെന്ന് പറയുവാനോ ഒന്നും ദൈവം അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം നിന്റെ ദാസിക്ക് ദൈവം വഹിക്കുന്നതിനാ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പൂർണ്ണബലത്തോടെ കർത്താവിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളെക്കാൾ എല്ലാം ഉപരിയായി സ്തോത്രം കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ അനേക ആയിരങ്ങളോട് തന്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ നിന്റെ ദാസിയോട് ബലപ്പെടുത്തുമാറാകണം. സ്തോത്രം. പിശാചൻ ലജ്ജിച്ച് സ്തോത്രം അവൻ കർത്താവെ ഹല്ലേലൂയ ലജ്ജിക്കട്ടപ്പാ. ദൈവത്തിന്റെ വിടുതൽ കാണുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. അന്ത്യയുടെ കർത്താവെ, ആന്തരിക മുറിവുകളെ ദൈവ സൗഖ്യമാക്കണമേ. പല കർത്താവെ പ്രയാസങ്ങളുണ്ട്, അതിനെല്ലാം വിടുതലും സൗഖ്യം കൊടുക്കണമേ. കർത്താവെ സ്തോത്ര, ശരീരത്തിലെ പാടുകൾ പോലും ഇല്ലാതെ വേണം ദൈവം എനിക്ക് വിടുതൽ കൊടുക്കണമേ. പാസ്റ്റർക്കായ സ്തോത്രം, പൂർണ്ണ സൗഖ്യം വിടുതലും കൊടുത്താട്ട് ശുശ്രൂഷയെ മാനിക്കും. കുഞ്ഞുങ്ങളെ 2 പേരെ അനുഗ്രഹിക്കും. നല്ല ഭാവി കൊടുക്കണമേ. അമ്മച്ചിക്കായ അപ്പച്ചനായ സ്തുതിക്കുന്ന സഹോദര കുടുംബങ്ങൾക്കായി, നാട്ടിലായിരിക്കുന്ന ആന്റിയുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണം. എല്ലാവിധ നന്മകളാലും നിറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥന കേട്ട് ഈ വിഷയത്തിന്റെ പേരിൽ കർത്താവ് ജയം തന്നിരിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പല രോഗികൾ ആശുപത്രിയിലും വീടുകളിലുമായി കിടന്ന് വളരെയധികം കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഫിഷ് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, ക്യാൻസർ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. അവരുടെയൊക്കെ ഒരു വിടുതലിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ലോകത്തിൽ കിടന്ന് കഷ്ടപ്പെടുവാൻ ആരെയും ദൈവം അനുവദിക്കരുത്. കർത്താവ് അവർക്കൊക്കെ സൗഖ്യവും ബലവും കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കിഡ്നി ഫെയിലായി പലരും ഭാരപ്പെടുന്നുണ്ട്. അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പണമില്ലാതെ ഒരു ആശുപത്രിയിലായിരിക്കുന്ന പലരുണ്ട്. അവർക്കൊക്കെ സാമ്പത്തിക നന്മകൾ കൊടുത്ത് തക്ക സമയത്ത് അത് ചികിത്സിച്ച് ഭേദമാകുവാൻ
നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഹാർട്ട് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തൈറോയിഡായി ഭാരപ്പെടുന്നവരുണ്ട്, ട്യൂമർ രോഗികളായി ഭാരപ്പെടുന്നുണ്ട്. ഇങ്ങനെ പലവിധമാകുന്ന രോഗത്താല് ഭാരപ്പെടുന്ന ഓരോരുത്തരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെയും കർത്താവ് സൗഖ്യവും ബലവും ആരോഗ്യം നൽകി ജീവനുള്ള ഒരു ദേശത്ത് കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആരെങ്കിലും ഒരാള് എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം സ്തോത്രം പരിശുദ്ധ സ്വർഗ്ഗ നല്ല പിതാവേ, നനയ്ക്കപ്പെട്ട കർത്താവേ, നല്ല സമയത്തിന് ആ ദൈവത്തെ സ്തുതിക്കുന്ന വാഴ്ന്ന കർത്താവേ, പാദത്തിൽ കർത്താവെ നേറ്റത്തെ സ്തുതിപ്പാനും മാറ്റപ്പെടുത്തുവാനും കർത്താവയുടെ ഒരു അവസരം ദൈവം നൽകി പ്രവഹിക്കാൻ നന്ദിയോടെ സ്തോത്രം കർത്താവെ. ദേശ കർത്താവേ, ആന്റിയ കർത്താവെ, ഹാലലിയ പറഞ്ഞ വിഷയം ദൈവകരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലിയ കർത്താവെ, ദിവസങ്ങളിൽ കർത്താവെ രോഗങ്ങളായിട്ട് ഭാരപ്പെടുന്ന കർത്താവെ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലിയ അപ്പൊ അറിയാതെയും കർത്താവെ പലവിധമായ രോഗത്താൽ കഷ്ടം അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ. ഹാലലിയ ായിരിക്കുന്നവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, ഇതുവരെ ആമേൻ ആമേൻ കർത്താവെ, ശരമായ വേദനകൾ അസ്വസ്ഥയും ഭാരപ്പെടുന്നവരുണ്ട്, കിഡ്നി ഫെയിലായി കർത്താവെ ഹോസ്പിറ്റലായിരിക്കുന്നവരുണ്ട് കർത്താവെ, ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ ഹൃദയ സംബന്ധമായ വിഷയത്തിൽ ഭാരപ്പെടുന്നവർ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ഹാലലിയ ഹാലയോട് മനസ്സറിയണമേ, കരുണ തോന്നമേ കർത്താവെ. ഹാലലിയ രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനായ പിതാവ്. ഹാലലിയ ഹാലലിയ കർത്താവെ, ഈ ദിവസങ്ങളിൽ കർത്താവ് പൂർണ്ണമായ സൗഖ്യത്തെ കർത്താവ് കൽപ്പിക്കുമാറണമേ കർത്താവ്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതമായ കാര്യം നീട്ടുമാറണമേ ഇത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ആമേ, ഒരു അത്ഭുത സൗഖ്യ ദിവസങ്ങളിൽ കാണുവാൻ ഹാലദൈവയുടെ ഇടയാക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജോലിക്ക് വൈദ്യനാഥി ഹാലലുയ ഹാലലുയ കർത്താവെ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരവൊന്ന് തുടർമാറണമേ ഇത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗിയായാലും ഭാരപ്പെടുവാനും ഹാലലു രോഗങ്ങളായിട്ട് ആരും കഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കല്ലേ കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലുയ ഈ ദിവസങ്ങളിൽ കർത്താവെ ഹാലയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ ഒരു അത്ഭുതക്കാരോട് നീട്ടി ഹാലലുയ പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൽപ്പിച്ചിരിക്കാതെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ്. ദിവസം മക്കൾക്കെയും കർത്താവെ ആമേൻ കർത്താവെ, ഈ ദിവസം കിടക്കൽ നിന്ന് ദിവസങ്ങൾ എഴുന്നേൽപ്പാൻ തക്കവണത്തെ വിടയാക്കണമേ കർത്താവെ. ഹല്ലേലൂയ ആമേ, ദിവസം പിന്നെ ദൈവത്തെ കർത്താവ് സ്തുതിക്കുന്നവരായി തീരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരുവാൻ കർത്താവിടെ സഹായിക്കുമാറണമേ ഇത് പ്രാർത്ഥിക്കുക. ദൈവത്തിന് അത്ഭുതകരം നീട്ടുമാറണമേ കർത്താവെ. ഈ വിഷയങ്ങളെല്ലാം ദൈവരങ്ങൾ ഞങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ദിവസം വിടുതലായിച്ചിരിക്കുക സ്തോത്രം. പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കുക സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഈ വിഷയത്തിന്മേൽ കർത്താവ് ജയം തന്നിരിക്കുക. ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഈ വിഷയം നമ്മൾ ദൈവത്തിന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നും നമ്മുടെ കുഞ്ഞുങ്ങളുടെ എക്സാം ഉണ്ട്. നഴ്സറി മുതൽ ബോർഡിന്റെ എക്സാം വരെ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ ബുദ്ധിയും ജ്ഞാനവും വിവേകവും കൊടുത്ത് നല്ല ഭംഗിയായി പരീക്ഷകളൊക്കെ എഴുതി നല്ല വിജയം കരസ്ഥമാക്കുവാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അവർക്ക് പഠിക്കണമെന്നുള്ള ബോധവും ഉത്സാഹവും കൊടുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരും നമ്മുടെ വിശ്വാസികളുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും തോറ്റുപോകുവാൻ ഇടയാകരുത്. നല്ല വിജയം കരസ്ഥമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പഠിച്ചിട്ട് ഒരു ജോലിക്ക് വേണ്ടി തയ്യാറാകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരൊക്കെയും ഓരോ ടെസ്റ്റുകളൊക്കെ എഴുതി ഇങ്ങനെ വെളിയിൽ പോകാൻ വേണ്ടിയൊക്കെയും താല്പര്യപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. അവരുടെ സാമ്പത്തിക ഭദ്രതയൊക്കെയും കർത്താവ് ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പഠിച്ച് ജയിച്ച് മറ്റ് ജോലികൾക്ക് വേണ്ടി കടന്നു പോകേണ്ട അവരുടെ ആഗ്രഹങ്ങളെ ദൈവം മാനിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരും നിരാശരായി ഭവനത്തിൽ ഇരിപ്പാൻ അനുവദിക്കരുത്. ജോലിക്കൊക്കെയും കടന്നുപോയി തന്റെ മാതാപിതാക്കൾക്ക് ഒരു സഹായമായി തീരുവാൻ കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തില് ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. ലലിയ സ്തോത്രം 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 മഹാപരിശുദ്ധനും കർത്താവിനെ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താപ്പിച്ച ഈ നല്ല പ്രഭാതമായ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ക്ഷണിച്ച് കടന്നു വന്ന കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ എന്റെ ദൈവം ഒരുക്കി തന്നു. എന്നേക്കായി സ്തോത്രം. കൂടി വന്ന സമയമേൽ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന എന്നേക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ പ്രഭാതവും അങ്ങയുടെ ദാനം എന്നോർത്തുകൊണ്ട് കർത്താവെ ജീവിപ്പാൻ ദൈവം കൃപയൊരുക്കുന്ന എന്നേക്കായി സ്തോത്രം കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ തലമുറകളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരീക്ഷയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ
പ്രാർത്ഥിക്കുന്ന യേശുപ്പച്ച, സ്വർഗം ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പച്ച. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ദൈവത്തിന് കരുണ തോന്നണമേ കർത്താവേ. ഞങ്ങൾ ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ പണം ചിലവാക്കിയാലും എന്റെ കുഞ്ഞുങ്ങളെ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം സൂക്ഷിച്ചില്ലെങ്കിൽ ഒന്നുമില്ല കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവേ ബുദ്ധി ജ്ഞാനവും പകരുന്നു എന്റെ ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഹല്ലേലൂയ കർത്താവേ, അതനുസരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് ഞങ്ങളുടെ വചനത്തിലുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യഹോവ ഭക്തിയിൽ വളരണം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ജ്ഞാനം ദൈവം ഉയരത്തിൽ നിന്ന് കൊടുക്കണമേ കർത്താവേ. ഭൂമിയിൽ നിന്നുള്ളതല്ല കർത്താവേ. എന്റെ കർത്താവ് കൊടുത്തിട്ടില്ലാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും കഴിവില്ല കർത്താവേ. ഹല്ലേലൂയ. എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പരീക്ഷ എഴുതുന്ന എല്ലാ തലമുറകളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. ഒരു കുഞ്ഞുങ്ങൾ പോലും ഭാരപ്പെടുവാൻ എന്റെ യേശുപ്പച്ചൻ അനുവദിക്കില്ല കർത്താവേ. അവർ പഠിക്കുന്നത് തക്ക സമയത്ത് എഴുതുവാനുള്ള ഒരു കൃപ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റുകൾ നന്നായി എഴുതി ഒരു അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ട് പ്രാപിപ്പാൻ എന്റെ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. ഓരോ ദിവസവും ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു കോട്ടയായി തീരുവാൻ ദൈവം ഇടയാക്കുമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടനെ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറകൾ ആരും കർത്താവേ അല്ലെങ്കിൽ നശിച്ചു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ലേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി തീരുവാൻ സഹായിക്കും ണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, പഠിച്ചിട്ടും ഹല്ലേലൂയ ഒരു നല്ല കോഴ്സിന് വേണ്ടി ഒരു നല്ല ജോലിക്ക് വേണ്ടി കടന്നു പോകാൻ കഴിയാതോണം ഭവനത്തിലായിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടാൽ ഭാരപ്പെടുന്ന തലമുറകളുണ്ട് കർത്താവേ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് ദൈവത്തിനൊന്ന് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് ഞങ്ങളുടെ അറിവിൽപ്പെട്ടവർ അറിവിൽപ്പെടാത്ത എല്ലാ തലമുറകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗം അവരെ ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സകല കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. എന്റെ ദൈവം അവിടുന്ന് വിടുതലയച്ചിരിക്കുന്ന നന്മയ്ക്കായ സ്തോത്രം. സകല കുഞ്ഞുങ്ങളുടെ മേലും ദൈവത്തിന്റെ കരം നീട്ടിയിരിക്കുന്ന നന്മയ്ക്കായ സ്തോത്രം. സകല കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ടുകളെ കർത്താവ് കൊടുത്തിരിക്കുന്ന നന്മയ്ക്കായ സ്തോത്രം. എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥനയെന്ന് കുറവുള്ള ക്ഷമിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രാർത്ഥനയായിട്ട് ഈ വിഷയത്തിന്മേൽ ജയം തന്നിരിക്കാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കഴിയുന്ന പല കുടുംബങ്ങളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചർച്ചയില്ലാതെ വഴക്കിലും കാണത്തിലും ഒക്കെയും കഴിയുന്നവരുണ്ട്. സമാധാനം നശിച്ച് അവര് സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്നവർ പലരുണ്ട്. നമ്മൾ വലുതും അറിയുന്നില്ല എങ്കിലും പല കുടുംബങ്ങൾ ഇപ്പോൾ ശിഥിലമായി കുടുംബത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങൾ പലരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവർക്കൊരു സമാധാനവും സന്തോഷവും കൊടുത്ത് നല്ലൊരു കുടുംബജീവിതം നയിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ അവരുടെ കുഞ്ഞുങ്ങൾ ഈ അവരുടെ ലഹള മൂലം അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി പോലും തകരാറിലായിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കൊരു സമാധാനവും സന്തോഷവും കൊടുത്ത് അവർ പരസ്പരം ക്ഷമയുള്ളവരായി അവര് മുൻപോട്ട് പോകുവാൻ, ദൈവസ്നേഹം അവരുടെ ഉള്ളിൽ പകരുവാൻ, അവരുടെ കുടുംബത്തിന് സന്തോഷം ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അടുത്തൊരു വിഷയമാണ് പല കുഞ്ഞുങ്ങൾ വിവാഹപ്രായം എത്തിയിട്ട് അവരുടെ വിവാഹം നടക്കാതിരിക്കുന്നതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പ്രായം പൂർത്തിയാകുന്നതിന് മുൻപ് തക്ക തുണയെ കർത്താവ് നൽകിക്കൊടുത്ത് സന്തോഷം കൊടുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അവരുടെ മാതാപിതാക്കള് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതിരിക്കുന്നവരുണ്ട്, കണ്ണുനീരിലായിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തക്ക സമയത്ത് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കിക്കൊടുത്ത് കർത്താവരുടെ വിവാഹമൊക്കെ നല്ല ഭംഗിയായി നടക്കുവാൻ, നല്ല കുടുംബത്തില് നല്ല വിശ്വാസികളോടൊത്ത് അവരുടെ കുടുംബജീവൻ നയിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം വിശുദ്ധനാഥേമേ സ്വർഗീയ പിതാവേ, തന്നെയോട് സ്തുതിക്കുന്ന നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾ മേലും കർത്താവിന്റെ കരാനുകൂലമായിരിക്കുന്ന കർത്താവ് വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനമില്ലാത്ത കുടുംബങ്ങളുണ്ട് കർത്താവെ. അങ്ങനെയുള്ള കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇവർക്ക് സമാധാനം സ്വസ്ഥതയോടെ ജീവിപ്പാൻ സഹായിക്കണം, ഐക്യതയോടെ ജീവിപ്പാൻ സഹായിക്കണമേ. അഭിപ്രായ വ്യത്യാസങ്ങളോ ഹാലിൽ ചർച്ചയില്ലാത്ത അവസ്ഥകളൊന്നും അവരുടെ ജീവിതത്തിൽ കടന്നു വരില്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഐക്യതയോടെ സന്തോഷത്തോടെ താഴ്മയോടെ വിനയത്തോടെ ദൈവസ്നേഹത്തോടെ കുടുംബജീവൻ നയിപ്പാൻ തക്കോണം
ദൈവമായ കർത്താവെ എല്ലാവർക്കും കൃപ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശത്രുവാരുടെ മേലും ജയമെടുപ്പാൻ എന്റെ കർത്താവ് സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന താഴ്മയോടെ കർത്താവെ, ദൈവസ്നേഹത്തോടെ ജീവിപ്പാൻ കുടുംബങ്ങൾക്കെല്ലാം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശത്രു ഐക്യതയെ കെടുത്തി കളയുന്ന അവസ്ഥകളിൽ നിന്ന് വിടുവിക്കണമേ കർത്താവെ, സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകളിൽ നിന്ന് കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരാധനയും പ്രാർത്ഥനയും ദൈവമേ ഹല്ലേലൂയയൊക്കെയും ഭവനങ്ങളിൽ നിന്ന് ഉയരുവാനൊക്കെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൂതന്മാർ കയറി ഇറങ്ങുന്ന ഭവനങ്ങളാക്കി ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രാർത്ഥനയും ഹാലലിവാസവും ഒന്നും കർത്താവെ കുടുംബങ്ങളിൽ നിന്ന് കുറഞ്ഞു പോകുവാൻ സ്വർഗം അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന വലിയൊരു ദൈവമേ ആത്മസാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഭവിച്ചറിയുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിവാഹ പ്രായം കഴിഞ്ഞിട്ടും കർത്താവ് വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്കായും പ്രാർത്ഥിക്കുന്ന കർത്താവെ, തക്ക സമയത്ത് തക്ക ഗുണങ്ങളെ ഒരുക്കി ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ ഒന്നിനാലും ഭാരപ്പെടുവാൻ അനുവദിക്കാതെ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം ഒരുക്കിയതായ തക്ക ഗുണങ്ങളെ കർത്താവർക്ക് നൽകി കൊടുത്ത് ദൈവമേ അനുഗ്രഹമായ രീതിയിൽ അറിവാകൊക്കെ നടന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവൻ നയിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ദൈവമല്ലാത്ത ഒന്നും ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും സംഭവിപ്പാൻ അനുവദിക്കല്ലേ. ദൈവം ഒരുക്കുന്നതിനെ തന്നെ കർത്താവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം സ്തോത്രം. ശത്രുവിന്റെ ഒരു പദ്ധതികൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ സ്വർഗം അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ ആലോചന പ്രകാരം തന്നെ കർത്താവേ കാര്യങ്ങളൊക്കെ നടക്കണമേ. അവരുടെ സന്തുഷ്ട പ്രകാരമോ സ്വന്തം ഹിതപ്രകാരം ഒന്നും കർത്താവെ നടത്തിയെടുപ്പാൻ അനുവദിക്കാതെ കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിന്റെ ഹിതപ്രകാരം കാര്യങ്ങളെല്ലാം നടക്കുവാൻ സ്വർഗം സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഭാവിയെല്ലാം ധന്യമായി തീരുവാൻ നമ്മുടെ ഓരോ പ്രായമായ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടി അവരുടെ മനസ്സിനെയും ഹാലിലെ ശരീരത്തെയും ഹാലിലെ ആത്മാവിനെ എല്ലാം കർത്താവിന് വേണ്ടി ഒന്ന് ഒരുക്കിയെടുത്ത് കർത്താവിന്റെ ഹിതപ്രകാരം ഒരു നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവാനി അങ്ങനെ ചെയ്തിരിക്കുക സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണേ പിതാവേ. ആമേൻ ആമേൻ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ദേശത്തിൽ നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. പല രീതിയിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ച് ദേശത്ത് ഒരു വിടുതൽ അയക്കുവാൻ, ഒരു വേദാരി അയക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പല സ്ഥലങ്ങളിലും പരസ്യ യോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ വേലകളെല്ലാം കർത്താവ് മാനിക്കുവാൻ, പോകുന്നവരും വരുന്നവരും ഒക്കെയും ഇത് കർത്താവിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട ദൈവത്തെ അറിയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനേക സെമിനാരികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സെമിനാരികളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. അനേക യൗവനക്കാര് വചനം പഠിച്ച് അനേക ദേശങ്ങളിൽ കടന്നുപോയി ദൈവത്തെ അറിയാത്തവരുടെ ഇടയിൽ പോയി ദൈവത്തിന്റെ പ്രവൃത്തികളെ ചെയ്യുവാൻ കർത്താവ് ഓരോരുത്തരെയും ഒരുക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പല രീതിയിൽ ബൈബിൾ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അവർ ട്രാക്ടൊക്കെയും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള രീതിയിലൊക്കെയും അനേകം പേരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടെ പ്രാർത്ഥനാധ്വനിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് എത്തിയിട്ടില്ലാത്ത രാജ്യങ്ങളിലും ഈ പ്രവർത്തനം എത്തിച്ചേരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ വേലയുടെ വാതിൽ പലയിടങ്ങളിലും നോർത്ത് ഇന്ത്യയിലൊക്കെയും അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വേലാതിശക്തിയായി പ്രവർത്തിക്കുവാൻ അനേക ദൈവദാസന്മാര് ധൈര്യത്തോടുകൂടി അനേക രാജ്യങ്ങളിൽ കടന്നുപോയി ദൈവത്തെ അറിയാത്തവരോട് ദൈവവചനം പറയുവാൻ, അവരെയൊക്കെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ശക്തിയും ബലവും കൊടുക്കുന്നതിന് പ്രാർത്ഥിക്കാം. എത്രയോ ദൈവദാസന്മാര് നോർത്ത് ഇന്ത്യയിലൊക്കെയും പട്ടിണിയും പ്രയാസവുമായി അവര് എന്നാലും ദൈവത്തിന്റെ വേല ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെയും അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജയിലിലായിരിക്കുന്ന ദേവദാസന്മാരുണ്ട്. അവർക്ക് അവരുടെ ഒരു വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോഴും ജാമ്യം കിട്ടാതെ പലരും ജയിലിലായിരിക്കുന്നുണ്ട്. അവരെയും തക്ക സമയത്ത് വിടുവിച്ച് വെളിയിൽ കടന്നു വന്ന് ഇരട്ടി ശക്തിയോടുകൂടെ ദൈവവചനം പ്രസംഗിക്കുവാൻ കർത്താവ് അവരെയൊക്കെയും സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും പലയിടങ്ങളും പല ചർച്ചകളും അടഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെയും തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും ഒരു സുശേഷ വേലക്കാരെ എല്ലാം ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമല്ലോ.
സ്തോത്രം രാജ്യത്ത് കർത്താവേ സുവിശേഷ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സുവിശേഷത്തിന്റെ വാതിൽ കർത്താവേ തുറന്ന് സഹായിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ സുവിശേഷ വിരോധികളെ സുവിശേഷ സ്നേഹികളാക്കി അവിടുന്ന് രൂപാന്തരപ്പെടുത്തുമാറാണമേ പ്രാർത്ഥിക്കുന്നു. കല്ലുപോലുള്ള ഉള്ളങ്ങളെ പെരുപോലെ അവിടുന്ന് ഒരുക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ കർത്താവേ സുവിശേഷ നിമിത്തം പല പീഡനങ്ങൾ അനുഭവിക്കുന്നതായ ദൈവദാസന്മാരെയും കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ് കർത്താവേ. ദൈവമേ സ്വാതന്ത്ര്യത്തോടെ അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടിയുമായി പ്രവർത്തിപ്പാൻ കർത്താവിന്റെ ദാസന്മാരെ അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തുമാറാണമേ പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യത്തെ അവിടുന്ന് നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ കർത്താവേ നല്ലൊരു ഭരണകൂടം കർത്താവേ സുവിശേഷത്തിന് അനുകൂലമായ ഒരു ഭരണകൂടം കർത്താവേ രാജ്യത്തുണ്ടാകുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കുമാറാണമേ. ഭരണാധികാരികളെ കർത്താവേ അവിടെ ഇടപെടുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് കർത്താവേ അല്പം പ്രവർത്തിക്കണമേ. ജയിലറകളിലായും മറ്റും കർത്താവേ കഴിയുന്ന ദേവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുന്ന് എത്രയും വേഗം സ്വാതന്ത്ര്യം പ്രാപിച്ച കർത്താവേ. ദൈവമേ അവിടുത്തെ നാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ മക്കളെ പിന്നെയും അവിടുന്ന് കരങ്ങളിൽ ഉപയോഗിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിന്റെ അത്ഭുതകരം കർത്താവേ അനുഭവിച്ചറിയുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. സുവിശേഷ മാധ്യമങ്ങളെല്ലാം റേഡിയോയിലൂടെ കർത്താവേ ടെലിവിഷനിലൂടെ മാസികളിലൂടെ ഒക്കെയും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജയിലറകളിലായി കർത്താവേ ദൈവമേ വിവിധ മുഖാന്തരങ്ങളിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നതായ എല്ലാ പ്രസ്ഥാനങ്ങളെയും പ്രവർത്തനങ്ങളെയും കർത്താവെ പ്രവർത്തകരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. വിശാലതയെ അഭിവൃദ്ധി നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി എന്നെയും കർത്താവെ പ്രവർത്തിപ്പാൻ കർത്താവിന്റെ ദാസന്മാരെ കർത്താവെ അവിടുന്ന് ഒരുക്കിയെടുക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ ബൈബിൾ സൊസൈറ്റികൾക്കായി പ്രാർത്ഥിക്കുന്നു, ബൈബിൾ സ്കൂളുകൾക്കായി പ്രാർത്ഥിക്കുന്നു, അനാഥ മന്ദിരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രസ്ഥാനങ്ങളെയും ദൈവമേ അതിന്റെ സുഖമായ നടത്തിപ്പിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. അവിടുന്ന് ആവശ്യമായ വഴിയിലും വാതിലും തുറന്ന് സഹായിക്കണമേ. വിശാലതയെ അഭിവൃദ്ധി നൽകുമാറാണമേ. രാജ്യത്തിന് സമാധാനം സന്തോഷം നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാതന എല്ലാവരും കേട്ടിരിക്കായി സ്തോത്രം. സകല യേശു കൃഷ്ണത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടും കൃപയോടും കേൾക്കുമാറാണമേ. നമ്മുടെ ഈ വിഷയത്തിന് മേൽ ദൈവം തന്നിരിക്കാൻ ദൈവത്തിന് വേണ്ടിയോട് സ്തോത്രം ചെയ്യാം. ഇത്രയും സമയം ദൈവസഭയിലായിരുന്നു നമുക്ക് പ്രാർത്ഥിപ്പാനും പ്രാർത്ഥന വിഷയങ്ങൾക്ക് ചർച്ച ചെയ്യുവാനും കർത്താവ് സഹായിച്ചല്ലോ. നമ്മുടെ എല്ലാ വിഷയങ്ങളും മേലും കർത്താവ് ജയം തന്നിരിക്കുകയാണ്. നമ്മൾ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ ഉത്തരമരുളുമെന്ന് നമ്മൾ പരിപൂർണമായി വിശ്വസിക്കാം. ഇന്ന് പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെല്ലാവരെയും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും കർത്താവ് കാത്തു പരിപാലിച്ച് സൂക്ഷിക്കട്ടെ. പോക്കിലും വരവിലും സൂക്ഷിക്കണം. വാഹനങ്ങളൊക്കെയും കർത്താവ് നിയന്ത്രിച്ച് സൂക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കി സമയം കർത്താവിന് ദേവദാസിനെ വിട്ടുകൊടുക്കുന്നു. എനിക്ക് സമയം തന്ന ദേവദാസിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നുകൊള്ളുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം സമയം അനേക വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും വീണ്ടും നമുക്ക് ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന വിഷയങ്ങൾ ലീഡ് ചെയ്ത സൗകര്യ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം നമ്മുടെ മുൻപിൽ ഉണ്ടല്ലോ. പകൽ രാവിലെ സമയമാണല്ലോ, എല്ലാവർക്കും പല ജോലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും നമ്മൾ കിട്ടുന്ന സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു ദൈവവചനം വായിപ്പാൻ തക്കവണ്ണം ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, അതിന്റെ 39, 40, 43, 44 എന്നീ വാക്യങ്ങൾ ഒന്ന് വായിപ്പാനായി ഞാൻ ആഗ്രഹിക്കുന്നു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. ഹല്ലേലൂയ. 43-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ
ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ട് അഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നമുക്കെല്ലാം ഈ ഭാഗം നല്ലവണ്ണം അറിയാവുന്ന ഒരു ഭാഗമാണ്. എന്നാൽ ചില കാര്യങ്ങൾ ദൈവം എന്നെ ഓർമ്മിപ്പിച്ച ചില കാര്യങ്ങൾ, ചിന്തിപ്പാനിടയാക്കിയ ചില കാര്യങ്ങൾ ഞാൻ അല്പസമയം പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവനാമത്തിൽ ഇരുപ്പാൻ ശരണപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു പിന്നെയും ഹല്ലേലൂയ കല്ല് നീക്കുവീനെന്ന് പറഞ്ഞു. യേശു നമുക്ക് എല്ലാവർക്കും അറിയാം, മാർത്തയും മറിയും താമസിച്ചിരുന്ന തന്റെ സഹോദരൻ ലാസർ മരിച്ച സംഭവമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശു പറയാണ്, കല്ലറയ്ക്കൽ വന്ന് നിന്നുകൊണ്ട് യേശു പറയാണ് കല്ല് നീക്കുവീൻ എന്ന്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഭാരമായ ഒരു വസ്തു വെച്ചിരിക്കുകയാണ്. അതിനകത്താരും കടപ്പാൻ കഴിയാതെ വണ്ണം അതൊരു കല്ല് ഉരുട്ടി വെച്ചിരിക്കുകയാണ്. യേശു അത് കണ്ടുകൊണ്ട് പറയുകയാണ് കല്ല് നീക്കുവീൻ. ഹല്ലേലൂയ. അപ്പോൾ അവന്റെ സഹോദരിയായ മാർത്ത ഓടി വന്നിട്ട് പറയുവാണ്, കർത്താവേ, മരിച്ച് 4 നാളായി നാറ്റം വെച്ചിരിക്കുന്നതാണല്ലോ, അത് ദുർഗന്ധം വമിച്ചതാണല്ലോ എന്ന് പറയുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം എങ്ങനെയാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? പല വീഴ്ചകളും താഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നവരാണ്. ഹല്ലേലൂയ. നാറ്റം വെച്ച അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശു നമ്മുടെ അടുത്ത് വന്നു. ഹല്ലേലൂയ. ആ നാറ്റം വെച്ച അവസ്ഥയെ ഒരു വ്യത്യാസം വരുത്തുവാൻ തക്കവണ്ണം, അതിന് ആ നാറ്റം വെച്ച അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരുത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിലും ഒരുക്കിയിട്ടുണ്ടല്ലോ. അനുഭവിച്ച അവർക്ക് അറിയാം. അത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കല്ല് ഉരുട്ടി മാറ്റിയപ്പോൾ ആ നാറ്റം വെച്ച അവസ്ഥയിലല്ല ഹല്ലേലൂയ അവൻ പുറത്തു വരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ വാക്ക് അനുസരിച്ച് എന്ത് പറഞ്ഞാലും അതുപോലെ അത് അനുസരിച്ചാൽ അവിടെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇത് കൂടുതലായി വിവരങ്ങൾ ഞാൻ പറയേണ്ടതായിട്ടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മാർത്തയുടെ പറച്ചിലാണ് കർത്താവ് നാറ്റം വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ആരാണ് അടുത്ത് വന്നു നിൽക്കുന്നത്? ഇത് നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്തുവാൻ കഴിവുള്ളവനായ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു അവിടെ ആ ലാസറിനെ പുറത്ത് വിളിക്കുകയാണ്. ആ കല്ലറയുടെ മുമ്പിൽ നിന്നും യേശു വിളിക്കുകയാണ്. ഹല്ലേലൂയ. ലാസറെ പുറത്തു വരിക. ഹല്ലേലൂയ. യേശുവിന്റെ വായിൽ നിന്നും വന്നതായ ആ ശബ്ദം കേട്ട് ആ ലാസർ പുറത്തു വരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ലാസർ പുറത്തു വന്നപ്പോൾ ഒരു കാര്യം അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഹല്ലേലൂയ. അവൻ മരിച്ചവനായിരുന്നു. 4 നാളായി അവൻ കല്ലറയ്ക്കുള്ളിലായിരുന്നു. എന്നാൽ യേശുവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ പുറത്തു വന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവനെ അവിടെ നിന്ന് പുറത്തു വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. അവൻ കെട്ടപ്പെട്ടവനായിരുന്നു. ഹല്ലേലൂയ. ശീലകളാൽ പൊതിഞ്ഞ് അതിന്റെ 40-ാം ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ട് അഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലവിധമാകുന്ന കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന സമയങ്ങൾ നാം ഓർക്കുക. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കടന്നു വന്നു നാം ആരാധനയ്ക്കും കൂട്ടങ്ങൾക്കും എല്ലാം വരുന്നുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നാം ഉപവസിക്കുന്നുണ്ട്, ആരാധനയിൽ കൂടി വരുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ ചില അവസ്ഥകളെ നാം പിന്നോട്ട് തിരിഞ്ഞു നോക്കുക. നമ്മൾ കെട്ടപ്പെട്ടവരാണോ? ഹല്ലേലൂയ. 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 നാം കെട്ടപ്പെട്ടവരാണോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നാം പുറമേ നോക്കുമ്പോൾ വളരെ ഭക്തി ഉണ്ട്. ഹല്ലേലൂയ. ചില കുടുംബങ്ങളെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുവാൻ തക്കവണ്ണം നോർത്ത് ഇന്ത്യയിലാണ് അറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പല പ്രശ്നങ്ങളുടെ മേൽ ഞങ്ങളെയൊക്കെയും വിളിച്ച് അത് ഭവനത്തിന്റെ കാര്യങ്ങളൊക്കെയും സോൾവ് ചെയ്യുന്നതിന് വേണ്ടി വിളിക്കുന്നുണ്ട്. അത്
അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പല കുറവുകളുണ്ട്. നാം സംസാരത്തിൽ നമ്മൾ കെട്ടപ്പെട്ടവരാണോ? നമ്മൾ ദൈവഹിതപ്രകാരമാണോ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്? ഹല്ലേലൂയ. നാം ഇടപെടുന്നത് ദൈവഹിതപ്രകാരമാണോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ആരാധനയ്ക്ക് കടന്നു വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ദൈവവചനം പഠിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ കുറവുകളില്ലേ? ഹല്ലേലൂയ. നമ്മുടെ ഇടപെടലുകളിൽ കുറവുകളില്ലേ? അത് നാം ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ കുറവുകളെ നികത്തി നാം മുൻപോട്ട് പോകേണ്ടതാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ കുറവുകൾ, നമ്മളിൽ ഉള്ള കുറവുകൾ എന്തെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നാം ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ സദൃശ്യവാക്യങ്ങൾ 28 13 വാക്യം നാം വായിക്കുമ്പോൾ, തന്റെ ലംഘനങ്ങളെ മറക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നമ്മുടെ കുറവുകളെ നാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നുവെങ്കിൽ നമുക്ക് കരുണ ലഭിക്കും. ഹല്ലേലൂയ. നമുക്ക് കരുണ തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ കുറവുകളെ നാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ നമ്മളെ കരുണ തരുന്നു. അത് മറച്ചു വെച്ചാൽ നമുക്ക് ശുഭം വരികയില്ല. ഹല്ലേലൂയ. നാം ഭക്തി പ്രകടിപ്പിക്കുന്നവരല്ല, ഭക്തി ഉള്ളവരായി നാം ജീവിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ നാളുകളിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മൾ മനുഷ്യരായതിനാലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ദൈവത്തിൽ കൂടുതലായി വിശ്വാസം വെച്ചുകൊണ്ട്, ദൈവസന്നിധിയിൽ കൂടുതലായി ദൈവത്തിൽ അടുത്തുകൊണ്ട്, ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് അനുസരിച്ച് മുൻപോട്ട് പോകുന്നുവെങ്കിൽ ഇതിനൊന്നും ഒരു കുറവ് വരികയില്ല. ദൈവം നമ്മെ കാത്തുകൊള്ളും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കെട്ടുകളെ അഴിച്ച് നമുക്ക് സ്വാതന്ത്ര്യമായി മുൻപോട്ട് പോകുവാൻ ദൈവം കൃപ തരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഹല്ലേലൂയ. മാനുഷികമായ ജീവിതത്തിൽ വരുന്ന തെറ്റുകളെയും കുറ്റങ്ങളും, ഞാൻ പറയുന്നതിന്റെ കാരണം മാനുഷികമായ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും കടന്നു വരുന്നുണ്ട്. അതൊക്കെയും മറച്ചു വയ്ക്കാതെ ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പ് പറഞ്ഞ് മുൻപോട്ട് പോകുന്നുവെങ്കിൽ നമ്മെ ദൈവം വിടുവിക്കും എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. ഇവിടെ നിന്നും അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. കെട്ടുകളെ അഴിക്കുന്നവനായ ഒരു ദൈവം, നമ്മുടെ കുറവുകളെ ക്ഷമിക്കുന്നവനായ ഒരു ദൈവം നമുക്കുള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അങ്ങനെ നാം മുൻപോട്ട് പോകുക. ദൈവത്തിന്റെ കരുണ ലഭിച്ചുകൊണ്ട്, ദൈവത്തിൽ നാം ആശ്രയം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നുവെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സമയം ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ കൂടുതലായി ഒന്നും പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. പ്രഭാത സമയമാണല്ലോ, എല്ലാവർക്കും പല കാര്യങ്ങൾക്കായി കടന്നു പോകേണ്ടതായിട്ടുണ്ടല്ലോ. പല വാക്യങ്ങൾ ഇവിടെ വായിപ്പാൻ തക്കവണ്ണം ഉണ്ട് എങ്കിൽ തന്നെയും ഇപ്പോൾ വായിപ്പാൻ തക്കവണ്ണം ഞാൻ ശരണപ്പെടുന്നില്ല. ദൈവം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവസാനമായി പ്രാർത്ഥിച്ച് ഇത് സഭയെ അവസാനിപ്പാനാണ് സമയമായിരിക്കുന്നത്. അതിനായിട്ട് കർത്താവിന്റെ വിലയേറിയ ദാസൻ മാത്യു വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ സഭ അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഈ പ്രഭാതകാലത്ത് ദൈവസനിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ കൂട്ടിവരുത്തിനാട് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും പല വിഷയങ്ങൾ ദൈവസനിൽ വെച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പാടുവാനും പ്രാർത്ഥിക്കാനും ദൈവം കൃപ തന്നു. അനേക വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് കൃപ തന്നനാട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നനാട് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗസപിതാവേ, പ്രഭാതകാലത്തിനാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ അപ്പച്ചന്റെ പാതപിടുത്തലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ഉണർത്തിയ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഇവിടെ കർത്താവ് അപ്പച്ചന്റെ സന്നിധിയിൽ വെച്ച ഞങ്ങളുടെ സകല പ്രാർത്ഥനയുടെ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി അയച്ചത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഈ ദിവസങ്ങളിൽ തന്നെ അത് ഞങ്ങളുടെ കണ്ണ് കാണുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്ര. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളും ദുഃഖങ്ങളൊക്കെ അറിയുന്ന കർത്താവ് അവിടുന്നാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. കേൾപ്പിച്ച നല്ല വചനത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കെട്ടുകളെ
കർത്താവ് ഞങ്ങളോ അരികിലുണ്ട്. ദൈവത്തിന് സ്തോത്ര ഹല്ലേലൂയ. പലപ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷകൾ നശിക്കുമ്പോൾ ഹല്ലേലൂയ ഇനി ഒരു കർത്താവ് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇറങ്ങുന്നതിനോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവ് ഹല്ലേലൂയ ദൈവകരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്ന കർത്താവ് വചനം പറഞ്ഞ ദാസനെ ബലപ്പെടുത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവ് ഹല്ലേലൂയ. ഞങ്ങളുടെ ഇവിടുത്തെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി തന്നതിനാട് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. ഓരോ ദിവസവും ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ തന്ന് ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന്റെ ദയക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. കൃപയ്ക്കുള്ളിൽ പൊതിയണമേ പ്രത്യാശയിൽ നിലനിർത്തണം. പ്രാർത്ഥന യാചനയും കേട്ടതിനാട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. പിതാവ് പുത്ര പരിശുദ്ധാത്മാ ദൈവത്തിന്റെ സഹവാസവും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളിൽ മേലും കർത്താവിന്റെ രണ്ടാമത്തെ വരവേരി ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. മീറ്റിംഗ് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ, പ്രാർത്ഥന ലീഡ് ചെയ്ത നിവാസി, ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരി, പ്രാർത്ഥനയെ നേതൃത്വം നൽകി എല്ലാവരും ആസ്വാദനം പറഞ്ഞ ഷായിജാൻ എല്ലാവരും നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കണ്ടു വീണ്ടും പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. വളരെ സന്തോഷമുണ്ട്. ഇന്ന് മീറ്റിംഗ് ലീഡ് ചെയ്തത് ജോണങ്ങളും പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്ത സാറാമാന്റെയും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ലീഡ് ചെയ്തത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരാള് കേരളത്തിലും ഒരാള് യുപിയിലും നിന്നുകൊണ്ടാണ് മധ്യസ്ഥ പ്രാർത്ഥനയും ലീഡിങ്ങും ഒക്കെ ചെയ്തത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വിജി, സാറമാൻഡി, എന്തുകൊണ്ട് സുഖായിരിക്കുന്ന ഒത്തിരി കുറവുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ ആ കാലിനൊരു പുകച്ചിലോ സ്റ്റാപ്ലെയർ വരിയെന്ന് ഞാൻ തോന്നുന്നു. ഒരു നേറ്റിലോ പുകച്ചിലോ പോലെ. ചൊറിച്ചിലൊന്നുമില്ല. നമ്മുടെ നട്ടല് പോലത്തെ എല്ലുകളുണ്ടല്ലോ,